ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരിക്കൽ കൂടി കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ തഴഞ്ഞു. നമുക്കറിയാം, ഇതുവരെ ബ്രസീലിൻ്റെ സ്ക്വാഡിലേക്ക് നെയ്മർ ജൂനിയറെ പരിഗണിക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നെയ്മറുടെ വേൾഡ് കപ്പ് സാധ്യതകൾ ഇപ്പോൾ തുലാസിലായിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇന്നലത്തെ കാർലോ ആഞ്ചലോട്ടിയുടെ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഗില്ലർമെ ബെൽട്രാവോ. അതായത് കേസ് ടി വിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഗില്ലർമെ ബെൽട്രാവോ ഉണ്ടായിരുന്നു. ആ പ്രസ് കോൺഫറൻസിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടിയുടെ സംസാരം കണ്ടിട്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടിട്ട് നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിലും അദ്ദേഹം വിളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഗില്ലർമെ ബെൽട്രാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആഞ്ചലോട്ടിയുടെ സംസാരം കണ്ടിട്ട് അദ്ദേഹം നെയ്മറെ വേൾഡ് കപ്പ് ടീമിലും ഉൾപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇതെല്ലാം മാറി മറിഞ്ഞേക്കാം. നെയ്മർ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് എല്ലാവരുടെയും വായടപ്പിച്ചേക്കാം. പക്ഷെ പരിശീലകന്റെ ഇന്നത്തെ ശരീരഭാഷയും സംസാരവും കണ്ടിട്ട് നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ഇതാണ് ഗില്ലർമെ ബെൽട്രാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്താൻ യാതൊരുവിധ ഉദ്ദേശവുമില്ല എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപും നെയ്മറെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ കാർലോ ആഞ്ചലോട്ടിക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നെയ്മറെ കേന്ദ്രീകരിച്ചുകൊണ്ട് കളിക്കുന്ന ബ്രസീലിനെ ഒഴിവാക്കുക, എന്നിട്ട് നെയ്മർ ഇല്ലാതെ കളിക്കുന്ന, മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു ബ്രസീലിനെ കെട്ടിപ്പടുത്തുയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.